ഈ പാർട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേക ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? കാരണം നമ്മള് തപ്പിയാലൊന്നും സാധാരണ നമ്മള് തപ്പിയാലൊന്നും കിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ അറിയാമോ? കോയമ്പത്തൂർ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കോയമ്പത്തൂർ വിന്റേജ് വണ്ടികളുടെ പാർട്സ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിന്റെ ആൾക്കാരുണ്ട് അവിടെ. പെട്രോൾ ലിഡ് ഒക്കെ ആണെങ്കിലും ജീപ്പിന്റെ ആണ്. ടയർ വരുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒമിനിയുടെ ടയറിന് പകരം നമ്മൾ ബലേനോ എന്നൊക്കെ പറയുന്ന വണ്ടികളുടെ 16 വീലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ നടുക്ക് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വിന്റേജ് വണ്ടികൾക്ക് വരുന്ന സ്പോക്ക് വീലിന് നടുക്ക് ഒരു വയർ വീലിന് മുറുക്കുന്ന ഒരു സാധനം. അതിന്റെ ഒരു കോപ്പി എന്നുള്ള രീതിയിൽ സ്റ്റീൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. ഇതെല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ മേക്ക് ചെയ്ത് ഇങ്ങോട്ടാണല്ലോ തുറക്കുക. അതെ അതെ അതെ. ഇത് ആ വിന്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ബാക്കിലേക്ക് ആക്കിയേക്കുന്നത്. പിന്നെ ഇത് ഹോണാണ് ഹൈലൈറ്റ്. അതെ, അത് അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള ഹോണാണ്. അത് ബ്രാസ് ആണ്. ഇത് ശരിക്കും മേക്ക് ചെയ്തതാണ്. ഈ മിറർ ആണെങ്കിലോ? മിറർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഡേസർ എന്ന് പറഞ്ഞ ബൈക്കില്ലേ, പഴയ എൻഡേസർ ബൈക്കില്ലേ, ആ ബൈക്കിന്റെ മിറർ ആയത്. പിന്നെ ഈ ഗ്ലാസ് ഫ്രെയിമും ഈ സ്റ്റീലിന്റെ ഇതെല്ലാം നമ്മൾ മേക്ക് ചെയ്തെടുത്താണ്. അതെനിക്ക് തോന്നുന്നു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മേക്ക് ചെയ്തെടുത്തതാണ്. വൈപ്പർ മോട്ടർ, വൈപ്പർ ഇത് പഴയ പെട്രോൾ ഓട്ടോറിക്ഷയുടെ വൈപ്പറാണ്. വൈപ്പർ മോട്ടർ വരുന്നത് വില്ലീസ് ജീപ്പിന്റെ മോട്ടർ ആയത്. ഇതേ തന്നെ സ്വിച്ച് ഒക്കെ വരുന്നത്. സ്വിച്ച് അതിനകത്ത് തന്നെ വരുന്നുണ്ടല്ലേ? അപ്പൊ ഇരുന്നോണ്ട് തന്നെ കാണിക്കുക ചെയ്യാം. പിന്നെ ബോണറ്റ് വരുമ്പം ബോണറ്റ് നമുക്ക് ശരിക്കും ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഈ പോർഷൻ നമ്മൾ ഇരുമ്പേലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പോർഷൻ ആണ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നത്. എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അഴിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് നമ്മുടെ പോലത്തെ മുകളിലേക്ക് തുറക്കാൻ പാടാ. എന്നാൽ ഇത് എഞ്ചിൻ തന്നെ മറ്റെന്താ പറഞ്ഞല്ലോ, ഒമിനിയുടെ എഞ്ചിൻ ആയത് കാരണം എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിൻ താഴത്തേക്ക് ഇറക്കാം. അപ്പൊ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അങ്ങനെ പണികൾ വരാറുണ്ടോ? നമ്മളെല്ലാം A to Z ഇല്ല എങ്കിലും ഇത് പണിത സമയത്ത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്ത് A to Z എഞ്ചിന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പിന്നീട് ബോഡി പാർട്സ് ഒക്കെ ചെയ്യാ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസൈൻ ഇതൊക്കെ റെഡാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ പല കളർ കണ്ടു. ഗ്രീനും പഴയ കുറെ വിന്റേജ് കളറുകളുണ്ട്. അതെല്ലാവരും തന്നെ ഡ്യുവൽ ടോൺ ആയിട്ടോ അടിച്ചേക്കുന്നത്. അപ്പൊ നമ്മളും ഡ്യുവൽ ടോൺ ആയിട്ട് കോപ്പി ചെയ്തതാണ്. ആളുടെ കയ്യിലിരിക്കുന്നത് റെഡ് ആണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? റെഡ് മതി എന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്ക്. റെഡ് ആണ് പുള്ളിയുടെ ഫേവറേറ്റ് കളർ. അപ്പൊ റെഡ് മതി എന്ന് പറഞ്ഞ കാരണം ആ ഒരു കളറാണ് കൂടുതൽ ഭാഗത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹെഡ്ലൈറ്റ് വരുന്നത് നമ്മുടെ പഴയ ട്രാക്ടറില്ലേ, ട്രാക്ടറിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഓ, ട്രാക്ടറിന്റെ. അതെ അതെ. ഇത് നമ്മൾ നിക്കിൽ ചെയ്തെടുത്താണ്, സ്റ്റീലാക്കി എടുത്താ. ഇത് ബ്ലാക്ക് കളർ ആയിരുന്നു. ഇത് നമ്മൾ നിക്കിൽ ചെയ്ത് എടുത്താ. അപ്പൊ നമുക്ക് വിന്റേജ് വണ്ടിയുടെ ലുക്കിലേക്ക് വരുമല്ലോ. അതുപോലെ ഗ്രില്ലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഹാൻഡ് മെയ്ഡാ. ഇത് മുഴുവൻ സ്റ്റീലിന്റെ നമ്മൾ പട്ട എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, സ്റ്റീൽ പട്ട, അതാ വരുന്നത്. ഈ സിമ്പലും ഈ ഓസിനുള്ള എഴുത്തും ഒക്കെ കോയമ്പത്തൂരിൽ നമ്മൾ മേടിച്ചാ. ഇത് ഒറിജിനലിന്റെ കോപ്പിയാണ് ഇത് രണ്ടും. ഇതൊക്കെ മേടിക്കാൻ കിട്ടുമ്പോ ഇത് അല്ല, ഇതിങ്ങനെ തന്നെ വണ്ടിക്ക് വേണ്ടി തന്നെ വച്ചോണ്ടിരിക്കുന്നതാ. പഴയ 2 ചേട്ടന്മാരാ, നല്ല പ്രായമുള്ള 2 ചേട്ടന്മാരൊരു ഷോപ്പാ ഈ കോയമ്പത്തൂരുള്ളത്. അപ്പൊ പുള്ളിയെടുത്ത് ഇത് ഉണ്ടായിരുന്നു. ഈ 2 സിമ്പലിന് മാത്രം നമ്മളൊരു 4000 രൂപയോളം മുടക്കം വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സിമ്പിൾ കിട്ടാനോ ഇതിനെ കുറെ വിന്റേജ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് കുറെ. അപ്പൊ എന്ത് വില കൊടുത്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ചില സാധനങ്ങൾ. ഇപ്പൊ കേരളത്തില് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പാർട്സ്, ഈ ഒരു സിമ്പിൾസോ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ, അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ? പലരോടും ചോദിച്ചു. തൃശ്ശൂരൊക്കെ കൂടുതലും വണ്ടിപ്രാന്തുള്ളത് നമ്മുടെ കേരളത്തിലുള്ളത് തൃശ്ശൂർ സൈഡിലേക്കാണ്, പഴയ വാഹനങ്ങൾ. അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ ഒന്നും ആർക്കും അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിന്നെ കോയമ്പത്തൂർ അന്വേഷിക്കുകയത്. അങ്ങനെയാണ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഞാൻ കോയമ്പത്തൂർ നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു എക്സ്പോ പോലെ അവിടെ പോയായിരുന്നു, വിന്റേജ് വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം കണ്ടു പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയത്. ശരിക്കും ഒറിജിനൽ വണ്ടി നമുക്ക് ഇവിടെ ഇല്ലാത്ത കാരണം അതെല്ലാം പോയി കണ്ടിട്ടാണ് ചെയ്തു തുടങ്ങിയത്. ഇത് ഈ ഒറിജിനൽ വണ്ടി ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ അറിയാവോ? ഒറിജിനൽ വണ്ടി ഇവിടെ ഉള്ളത് അടിമാലിയിൽ ഒരു ചേട്ടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് എറണാകുളം സൈഡിലേക്കുണ്ട്, തൃശ്ശൂർ ഭാഗത്തേക്കുണ്ട്. 1-2-3 വണ്ടികൾ. അത് കേരള രജിസ്ട്രേഷൻ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്, എങ്കിലും പേപ്പറുള്ള വണ്ടികളുണ്ട്. അല്ലേ? പക്ഷെ അതെങ്ങനെ ഇറക്കി കാണാറില്ല. അത് ശരിക്കും അത് പഴയ എഞ്ചിനല്ലേ, എഞ്ചിൻ പഴയതല്ലേ. അപ്പൊ ഒരുപാടൊന്നും ആരും ഓടിക്കില്ല, സ്റ്റാർട്ട് ചെയ്ത് ഇടുകയൊക്കെ ചെയ്യുള്ളൂ. കാരണം മെക്കാനിക്കൽ പാർട്സ് ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പൊ ഓവർ ഹീറ്റ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് കൂടുതലായത് കാരണം ഇവര് കൊണ്ടുപോവാണെങ്കിൽ പോലും ഇവരെല്ലാം ഫ്ലാറ്റ് ബെഡിൽ കൊണ്ടുപോയിട്ട് പ്രോപ്പർട്ടിയിൽ ഇറക്കുകയുള്ളൂ. എക്സ്പോയ്ക്കും എക്സിബിഷനും ഒക്കെ ഈ മൂന്നാറൊക്കെ ഇങ്ങനെ എക്സിബിഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ഇവരെല്ലാം ഫ്ലാറ്റ് ബെഡെ കൊണ്ടുപോയി ഇറക്കാറോ മതിയോ. ഇപ്പൊ ഇതിന് റോഡിലേക്ക് ഇറക്കാമെന്ന് വിചാരിക്കാം. അപ്പോ എന്തെങ്കിലും മാറ്റം ഇതിനകത്തേക്ക് വരുത്തേണ്ട ആവശ്യം ഉണ്ടാവും? മാറ്റങ്ങൾ വരുന്ന സേഫ്റ്റി ഫീച്ചർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാ അത്? സീറ്റ് ബെൽറ്റും കാര്യങ്ങളെല്ലാം, പിന്നെ ഡോറ് കുറച്ചും കൂടെ പുറത്തേക്കുള്ള സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കിയുള്ളതെല്ലാം അടിയിലെ മെഷർമെന്റും വീലിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനി വണ്ടികളുടെ തന്നെ ഡയമെൻഷനും സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും വ്യത്യാസം വരുന്നില്ല. സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ അവിടെ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ശരിക്കും ഇത് ഓടുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം ഓടും? മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജ് ശരിക്കും ഇതൊരു 35 ലിറ്റർ ടാങ്ക് അതിനകത്ത് ഇരിക്കുന്നത്. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ വെച്ച് എങ്ങനെയായാലും പെട്രോളിൽ മൈലേജ് കിട്ടും. 800 cc എഞ്ചിനാണല്ലോ. ഇതുപോലത്തെ ഏതെങ്കിലും കാറുകൾ ചേട്ടൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ അവിടെ കണ്ടപ്പോഴേക്ക് വർക്ക്ഷോപ്പിൽ കണ്ടപ്പോ സൈഡിൽ വേറൊരു കാറും കൂടെ. ഓടില്ല. നമ്മൾ ഈ പഴയ വാഹനങ്ങൾ എടുത്തിട്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നേരത്തെ. അതായത് പഴയ വിന്റേജ് വണ്ടികൾ സോഫ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നമ്മള് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഈ എന്താ പറയാ, നമ്മുടെ സ്റ്റേജിലേക്കൊക്കെ പർപ്പസിന് വേണ്ടി വെഡിങ് കാർക്കൊക്കെ സ്റ്റേജിലേക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. അതായത് പഴയ പൊളിക്കാനൊക്കെ ആയിട്ടുള്ള വാഹനങ്ങളില്ലേ, അതിന്റെ ബോഡി നമ്മൾ എടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്വേറിയം, വണ്ടിയെ തന്നെ വാഹനത്തിൽ തന്നെ അക്വേറിയം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അത് ഈ ഓക്സ്വാഗന്റെ ഓക്സ് ഫുഡ് എന്ന് പറഞ്ഞ ഒരു മൺകാടൊക്കെ പോലെ ഇരിക്കുന്ന ടൈപ്പ് സിംഗിൾ സീറ്റ് ആയിട്ട് അങ്ങനെ കുറെ വെറൈറ്റി. അതും റോഡിലേക്ക് ഓടിക്കാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഗ്രൗണ്ടിലേക്ക് ഓടും. അതോടും. അതൊരു 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ സിംഗിൾ ആയിട്ടൊക്കെ ചുമ്മാ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ കേരളത്തിലൊന്നും സമ്മതിക്കില്ലെന്നേ. അതാണ് ഇതിനകത്തെ പ്രശ്നം. അതിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല ശരിക്കും. പുറം രാജ്യങ്ങളിലെ പോലെ അല്ലല്ലോ. കാരണം ഞാനത് ഇറക്കി ആ ഇലക്ട്രിക് സ്കൂട്ടർ ഹിറ്റ് ആയതിനു ശേഷം നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു വെഹിക്കിൾ കയറി വന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മൾ സ്വന്തം പ്രോപ്പർട്ടിയിലേ ഓടിക്കാവുള്ളൂ, പുറത്തിറക്കി ഓടിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി. കയറി വന്ന് പറഞ്ഞിട്ട് പോയി അദ്ദേഹം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളാരും സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും കേരളത്തിലില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ മോഡിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് പോലീസുകാർ എന്തായാലും വീട് പിടിക്കും. അപ്പോ അതിനോട് എന്തെങ്കിലും എതിർപ്പ് ചേട്ടനുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണോ? അതായത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ശരിക്കും. നമുക്ക് മറ്റുള്ളവർക്ക് അലോസരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം സൗണ്ട്, ഇപ്പം സൈലൻസറിനകത്തോടെ ഇപ്പം ഫ്ലെയിം ഒക്കെ വരുന്ന പരിപാടികളുണ്ട്. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. എന്നാൽ അവനവന്റെ വണ്ടിക്ക് ഒരു യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് 99% നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ അവർക്കായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്യാം. അതിന് വേറെ സെപ്പറേറ്റ് ടാക്സ് മേടിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ വരുമാന മാർഗമാണ് നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാലോ. ഇപ്പം നമ്മൾ എന്തായാലും ഒരു പാർട്ട്, ഒരു മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ GST അടക്കമാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്തുകൊണ്ട് വണ്ടിയിൽ ചെയ്തുകൂടാ? അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഒരു ടാക്സ് സെപ്പറേറ്റ് മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അനുവദനീയമായിട്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലല്ല, അല്ലാതുള്ള രീതിയിൽ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. ഇപ്പൊ ഗണേഷ് കുമാർ സാർ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈസൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും കുറച്ച് കടുപ്പാണെങ്കിലും അത് എടുക്കുന്നത് കുറച്ചുകൂടി, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പഠിക്കും ആളുകൾ. അല്ലെങ്കിൽ റോഡിലാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആള് പറയുന്നത്. അപ്പോ ചേട്ടൻ എന്താണ് അതിന്റെ ഒരു വ്യൂ എന്ന് പറയാം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തില് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരില്ലേ, ഏജ് ആയി കഴിയുമ്പോൾ കണ്ണിന് പ്രശ്നം, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ കണ്ണിനൊരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വെച്ചിട്ട് ലൈസൻസ് പിന്നെ റിന്യൂ ചെയ്യാവുന്ന അവസ്ഥയൊക്കെയാണ് ഇപ്പം. അപ്പൊ അതിനൊക്കെ മാറ്റം വരുത്തുവാണെങ്കിൽ കുറെ കൂടെ അപകടങ്ങളൊക്കെ കുറയുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ 2 വീലർ പൊതുവെ ലേഡീസ് ഓടിക്കുമ്പോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളെ. ഉണ്ട്, നല്ല എക്സ്പെർട്ട് ആയിട്ട് ഓടിക്കുന്നവരും ഉണ്ട്, എന്നാൽ അല്ലാതെ ഒന്നുള്ളവരും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഈ 8ഉം 8ഉം ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ നല്ലൊരു ഡ്രൈവറായിട്ട് അവരെ റോഡിലേക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ അപകടങ്ങൾ കുറയും. കാറിലാണെങ്കിൽ പോലും സൺഫിലിമിന് ഇപ്പം സാറിങ്ങനെ ഓർഡർ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള 50% നമുക്ക് ചെയ്യാന്നുള്ളൊരു അനുവദിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഗുണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, നമുക്ക് ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ്. പിന്നെ ചൂട്, ഭയങ്കര ചൂടാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, ഭയങ്കര ടെമ്പറേച്ചറാണ്. അപ്പം അതിൽ നിന്നൊരു രക്ഷയുണ്ട്.
അപ്പൊ അതുകൊണ്ടൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ഉപദ്രവകരമായിട്ടുള്ള ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഗ്ലാസ്സിൽ സൺഫിലിം ഉണ്ടെന്നുള്ളത് കൊണ്ടൊന്നും. പക്ഷെ ഈ യൂത്ത് അത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ, ആവശ്യമില്ലാത്ത മോഡിഫിക്കേഷൻസ് അതിനകത്ത് വരുത്തുന്നത് കാണാറുണ്ട്. നല്ല രീതിയിലും വരുത്താറുണ്ട്. എന്താ പറയാ, കാണുമ്പോ നമുക്ക് തന്നെ തോന്നി ഇത് എന്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളത് തോന്നാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മൾ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. കാരണം എല്ലാവരും നമ്മുടെ ഈ ഭാഗത്ത് നമുക്കിപ്പോ അത്യാവശ്യം മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടികളോട് പ്രാന്തുള്ളവന്മാര് എൻ്റെ അടുത്ത് വരാറുള്ളത്. അപ്പൊ അങ്ങനെ ആരെയും നമുക്ക് ഉപദ്രവിക്കാൻ പറ്റാത്ത കാരണം അങ്ങനെ ചെയ്തിട്ടില്ല. അലോസരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതിനാ ഇത്ര ശബ്ദം വച്ചേക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് ഉപദേശിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും വണ്ടികൾ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? ആളെന്തെങ്കിലും വണ്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പയ്യൻ പറഞ്ഞിട്ടില്ല. ഇനി ആരാ പറയാ? ഇനി അങ്ങനെ എന്തെങ്കിലും പറയാൻ ചാൻസ് ഉള്ള? ഒരു കുറെ നാൾ കഴിയുമ്പോഴത്തേനും നമ്മൾ അടുത്ത എന്തെങ്കിലും ഒക്കെ ആലോചിച്ച് കൂട്ടി എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പൊ അത് വെച്ചിട്ടൊരു, അതായത് വാട്ടർ സ്കൂട്ടറിന്റെ പ്ലാൻ നേരത്തെ ഉള്ളതാണ് എനിക്ക്. പയ്യെ ഇനി ഭാവിയിലേക്ക് അത്, അതായത് നമ്മുടെ റണ്ണിങ്ങിലുള്ള സ്കൂട്ടർ വെച്ചിട്ട് ഒരു വാട്ടർ സ്കൂട്ടർ, അത് ഒരു ഐഡിയയിലുണ്ട്. ഭാവിയിൽ ചിലപ്പം വരാം. അപ്പൊ ഞങ്ങൾ വരാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഈ ഒരു വണ്ടി കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ വീഡിയോയിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.